Hello everyone. I hope everyone is staying safe. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ലാസ്റ്റ് വീക്ക് ബിഫോർ മൂവിങ് അബ്രോഡ് ഫ്രം ഇന്ത്യ ടു അയർലൻഡ് ആട്ടോ കാട്ടുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഐ വാസ് ഫീലിംഗ് ദ വാംത്ത് ഓഫ് ഹോം ആൻഡ് മൈ ഫാമിലി, ദ കോസിനെസ് ഓഫ് മൈ റൂം ആൻഡ് മൈ പ്ലഷർ ഓഫ് സീയിങ് മൈ പ്ലാന്റ്സ്. ഇങ്ങോട്ട് വരണ ആ ഒരു ലാസ്റ്റ് വീക്കായപ്പോൾ തന്നെ ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഡിഫറെൻറ്റ്. എന്തോ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. അത് സങ്കടം കൊണ്ടാണോ അതോ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ ഓർ ദ ഫിയർ ഓഫ് അൺനോൺ കൊണ്ടാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ബട്ട് ഐ ന്യൂ ഇറ്റ് ഇൻ മൈ ഗട്ട് ദാറ്റ് മൈ ലൈഫ് ഇസ് ഗോയിങ് ടു ചേഞ്ച് കംപ്ലീറ്റ്ലി എന്ന്. ഈ ഒരു ടൈമിൽ ഞാൻ അള്ളാഹുവിൻ്റെ പ്ലാനിൽ വിശ്വസിച്ചു തന്നെ നിന്നു. കാരണം അതൊരിക്കലും തെറ്റില്ല എന്ന പൂർണ്ണ ബോധം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരോടെങ്കിലും, അതായത് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാവാം, ഓർ ഇപ്പോൾ അബ്രോഡ് നിന്ന് കാണുന്നവരായിരിക്കാം. ആൻഡ് ഐ നോ ദാറ്റ് യു ഗൈസ് ക്യാൻ റിലേറ്റ് ടു മൈ ഇമോഷൻസ്. ആൻഡ് ഇനി പുറത്ത് വരാൻ നിൽക്കുന്നവർ ഈ ഒരു സ്റ്റേജിൽ കൂടെ പോകുമ്പോൾ ജസ്റ്റ് നോ ദാറ്റ് യു ആർ നോട്ട് അലോൺ ആൻഡ് യുവർ ഇമോഷൻസ് ആർ വാലിഡ്. ബട്ട് ബി എക്സൈറ്റഡ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ് ഇൻ യുവർ ലൈഫ്. ആൻഡ് ഡു ഇറ്റ് സ്കെയർഡ്, ഡു ഇറ്റ് അലോൺ, ഡു ഇറ്റ് ടയർഡ്, ആൻഡ് ഡു ഇറ്റ് എനിവേ. Inshallah, it will be all worth it. എന്നെ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ, എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ നല്ല ഇഷ്ടമാണെന്നുള്ളത്. ഈ ഒരു ടൈമിൽ പീസ് ആൻഡ് സൈലൻസ് അതും എനിക്ക് നല്ല ഇഷ്ടമാണ്. സോ ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറി വിൻഡോസൊക്കെ തുറന്നു ഒരു കോഫി ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കി ഒരു ഗ്ലാസ്സിലേക്കാക്കി ഞാൻ വാപ്പി പള്ളിയിൽ നിന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. വാപ്പി എപ്പോഴും പള്ളിയിൽ നിന്ന് വരുമ്പോൾ നല്ല ചൂടുള്ള കടി കൊണ്ടുവരും. അതൊന്നും എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വാപ്പിനെ വെയിറ്റ് ചെയ്ത് നിന്നു. കടിയൊക്കെ എത്തിയിട്ടോ. അങ്ങനെ കടികളൊക്കെ കഴിച്ചു. വളരെ യമ്മിയായിരുന്നു ആ രാവിലെ എഴുന്നേറ്റ് കോഫീൻ്റെ കൂടെ കടിയൊക്കെ കഴിക്കുമ്പോൾ. ഇറ്റ് വാസ് വെരി അമേസിങ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ ഇനി ഫസ്റ്റത്തെ പണി എൻ്റെ ഗാർഡനിലേക്ക് ഇറങ്ങലാട്ടോ. എൻ്റെ വീട്ടിലെ ബാൽക്കണിയിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ വ്യൂ ഒന്നും ഇല്ല കേട്ടോ. തൊട്ട് നേരെയുള്ള വീടിൻ്റെ വ്യൂ തന്നെ കാണുന്നത്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അവിടെ പോയിരിക്കാനും അവിടെ ഇടയ്ക്കൊന്ന് ഓർഗനൈസ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അതെനിക്ക് മാത്രമല്ല, ഞാനും എൻ്റെ അനിയത്തിയും ഒരുമിച്ച് ചെയ്യുന്ന സംഭവമായിട്ട് ഇതൊക്കെ. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും എൻ്റെ ഉമ്മി ഫുഡായിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു, ടി വി കണ്ടു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അനിയനും അനിയത്തിയൊക്കെ കോളേജും സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു. അവർക്ക് എൻ്റെ ഫുഡ്, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ അവർ പിസ്സ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവർക്ക് നല്ലൊരു പിസ്സ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ പോണതുകൊണ്ട് നല്ല വിഷമമുണ്ടായിട്ടോ. പക്ഷെ ആളതൊക്കെ എൻ്റെ മുമ്പിൽ ഒന്നും കാട്ടാണ്ട് അടക്കി പിടിച്ച് വെച്ചേക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് കൗണ്ട് ഡൗൺ എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു സ്റ്റിക്കി നോട്ട്സിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു ചെറിയൊരു കൗണ്ട് ഡൗൺ, ഇനി അയർലൻഡിലേക്ക് വരാൻ ബാക്കിയുള്ള ഡേയ്സൊക്കെ വെച്ചൊരു കൗണ്ട് ഡൗൺ ഒക്കെ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ ആ ഒരു ഡേ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാനൊരു അവോക്കാഡോ സ്മൂത്തി ഉണ്ടാക്കാമെന്നാട്ടോ ഓർത്തത്. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റിൽ വൺ ഓഫ് ദ മെയിൻ ഫേവറേറ്റ് ഫ്രൂട്ടാണ് അവോക്കാഡോസ്. ഇത് സ്മൂത്തി ആയിട്ടും അല്ലാണ്ടും ടോസ്റ്റിലാക്കിയും അങ്ങനെയൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണത്തെ അവോക്കാഡോയിൽ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് കൂടെ ഉണ്ടായതുകൊണ്ട് ഷുഗറൊന്നും ഇടേണ്ടി വന്നില്ല. മിക്കപ്പോഴും ഇത് ബ്ലാൻഡ് ടേസ്റ്റ് ആയിരിക്കുമല്ലോ, പക്ഷെ അത് നോക്കി തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള അവോക്കാഡോസ് കിട്ടും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകളിലൊക്കെ അവോക്കാഡോ മരങ്ങളൊക്കെ വളർത്തുന്നുണ്ടല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന അവോക്കാഡോസിന് നല്ല റിച്ച് ആൻഡ് ക്രീമി ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അനിയനും അനിയത്തേക്കും എൻ്റെ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു മന്തി ഫൈനലായിട്ടൊന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ മന്തി വെക്കാമെന്ന് ഓർത്തു കേട്ടോ. ഫസ്റ്റ് തന്നെ മയോണൈസ് ഉണ്ടാക്കി, അതിനുശേഷം സൽസയൊക്കെ റെഡിയാക്കി. റെസിപ്പി ഞാൻ ഈ വീഡിയോയിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇൻഷാല്ലാ ഒരു റെസിപ്പി വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് രാത്രി ഷോപ്പിംഗ് പോകാനായിട്ട് നിന്നു. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ മറക്കുമല്ലോ. സോ അതൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങി കേട്ടോ. ന്യൂ ഇയറിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ കടകളിലൊക്കെ നല്ല ക്രൗഡും റോഡൊക്കെ ഫുൾ ബിസി ആയിരുന്നു. ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ പോയത് ലുലുവിലാട്ടോ. എല്ലാ സാധനങ്ങളും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്.
ബട്ട് ഫൈനൽ കുറച്ച് സാധനങ്ങളും കൂടെ എനിക്ക് ഒപ്പിക്കാനായിട്ടേ ഉണ്ടായുള്ളൂ. അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു കേട്ടോ ഈ ഒരു ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ എനിക്ക് മെയിനായിട്ട് ഇന്നത്തെ ഷോപ്പിങ്ങിൽ വേണ്ടത് ഷൂസാട്ടോ. അയർലൻഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വാട്ടർ പ്രൂഫ് ഷൂസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇനി വരാനിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അത് കമ്പൽസറി ആണ് ആൻഡ് ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എനിക്ക് ഷൂസൊക്കെ വാങ്ങി, പിന്നെ ബാക്കി കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ ഫുഡും കൂടെ കഴിച്ചത്. വേറൊരു ദിവസം എൻ്റെ ഫ്രണ്ട് എന്നെ കാണാനായിട്ട് വിളിച്ചിട്ടുണ്ടായി കേട്ടോ. പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഫെയർവെൽ, ചെറിയൊരു ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് ഉണ്ടായത് കൊണ്ട് എനിക്ക് പോയി കാണാൻ പറ്റി. ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊന്നും ഗുഡ് ബൈ പറയാനോ യാത്ര പറയാനോ ഒന്നും എനിക്കൊരു ടൈം കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു, ഫുഡൊക്കെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് വേറൊരു ദിവസം ഞാൻ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായി. ആ ഒരു ടൈമിൽ എൻ്റെ ഗ്രാൻഡ് മദറുടെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചൊക്കെ. അതിൻ്റെ ഒന്നും ക്ലിപ്സ് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ആ ഫൈനൽ ഡേയിലേക്ക് എത്തി. ദ ലാസ്റ്റ് ഡേ ബിഫോർ മൂവിങ് ടു അയർലൻഡ്. നാളെ രാവിലെ ഒരു 5:30 ഒക്കെ ആകുമ്പോഴാട്ടോ എൻ്റെ ഫ്ലൈറ്റ്. സോ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം എന്നെ വെൽക്കം ചെയ്യാനായിട്ട് എൻ്റെ ഗാർഡനും റെഡി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് വാങ്ങിയ മണിമുല്ലയാട്ടോ ഇത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പൂക്കൾ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ എനിക്ക് പോലും വിശ്വസിക്കാനാവാതെ അത് അതിൻ്റെ പൂക്കളൊക്കെ വിടർന്ന് നിൽക്കണമായിരുന്നു ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസമായിട്ട്. അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ബ്ലൂംസ് എനിക്ക് കാണാൻ പറ്റിയ നല്ല സന്തോഷം എനിക്കുണ്ടായിട്ടോ. മാഷാ അല്ലാഹ്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സിനോടും ഗുഡ് ബൈസ് പറഞ്ഞു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫേൺസ് ആട്ടോ ഇത്. ഒരുപാട് പേരുടെ അടുത്ത് ചോദിക്കുമായിരുന്നു എന്തുകൊണ്ട് ഇത്രയും പ്ലാന്റ്സിനായിട്ട് ഫേൺസ് തന്നെ ഇഷ്ടപ്പെടുന്നത്, അതൊരു നോർമൽ പ്ലാന്റ് അല്ലേന്ന്. എനിക്കെന്തോ ഫേൺസ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഗാർഡനിൽ എല്ലാവരോടും തന്നെ എൻ്റെ ഗാർഡൻ ഞാൻ നോക്കി നടത്തിക്കൊണ്ടിരുന്ന എല്ലാ പ്ലാന്റ്സിനോടും പോയി ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. ചില്ലീസൊക്കെ ഹാർവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ഉച്ച കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും മെയിൻ പരിപാടിയിലേക്ക് ഞങ്ങൾ കടന്നു കേട്ടോ, പാക്കിംഗ്. ഇത് വളരെ ടയറിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ എല്ലാവരും തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഞാൻ പോകുന്നത് അറിഞ്ഞ എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കണ്ടായിട്ടോ. എൻ്റെ ബാഗേജ് 55 kg + 7 ആയിരുന്നു. സോ എല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യാനൊക്കെ ആയിരുന്നു ഇനി അടുത്ത ടാസ്ക് ഉണ്ടായത്. പാക്കിങ്ങിൻ്റെയും ഫുൾ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എൻ്റെ കുഞ്ഞുപ്പ, വല്ലുമ്മ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെയും വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ എൻ്റെ കസിൻസിൻ്റെ വക ചെറിയൊരു ഫെയർവെൽ പാർട്ടി ഉണ്ടായിട്ടോ. അവർ നല്ല രീതിക്ക് ഒരു ട്രഷർ ഹണ്ടും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തു. മാഷാ അല്ലാഹ്, ഇറ്റ് വാസ് വെരി അമേസിങ് ആൻഡ് ഐ പ്യുവർലി എൻജോയ്ഡ് ഇറ്റ്. അങ്ങനെ ഏകദേശം എല്ലാം തന്നെ ഒരുങ്ങി കേട്ടോ. രാവിലെ പോകേണ്ടതുകൊണ്ട് എല്ലാവരും കിടക്കാനൊക്കെ തുടങ്ങി. ഈ ഒരു ടൈമിൽ ഉറങ്ങാൻ പറ്റില്ലെന്ന് പുറത്തേക്ക് പോയ എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ബട്ട് ഐ സ്ലെപ്റ്റ് ലൈക്ക് എ ബേബി. I was feeling great at this time and I'm so lucky to have all my friends and family members in my life. എൻ്റെ ട്രാവൽ വ്ളോഗ് ഫ്രം ഇന്ത്യ ടു അയർലൻഡ് ഞാൻ എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫീൽ ഫ്രീ ടു വാച്ച് ദ വീഡിയോ ആൻഡ് ഡു ലെറ്റ് മീ നോ ദി കമൻറ്റ്സ് ഇൻ ദി കമൻറ്റ് ബോക്സ്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു ഒരുങ്ങി ഇതാ എയർപോർട്ടിലേക്ക് പോന്നു. വളരെ വിഷമം നിറഞ്ഞ ഒരു ഇവൻ്റ് ആയിരുന്നു ഇത്. ബട്ട് സ്റ്റിൽ ഐ വാസ് സോ എക്സൈറ്റഡ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിവേ ഐ ന്യൂ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ്. ഇറ്റ് വാസ് എൻഡ് ഓഫ് എൻ എറ ആൻഡ് ഐ വാസ് ഫീലിംഗ് എപ്പിക്.